സ്വാഭാവികമായിട്ടും ആളുകൾ ചോദിക്കും, വീട്ടിലെന്ത് പണി? കാനേഷുമാരി കണക്കെടുക്കാൻ വരുന്ന ഉദ്യോഗസ്ഥൻ ചോദിക്കും, നിങ്ങളുടെ ഭർത്താവിനെന്താ? ഭർത്താവ് പുറത്ത് ജോലിക്ക് പോയിരിക്കുകയാണ്. എവിടെയാ പോയത്? പോയത് എഴുതി. എന്താ ജോലി? അത് എഴുതി. എത്രയാ വരുമാനം? വരുമാനം എഴുതി. അതിനുശേഷം ചോദിക്കും, നിങ്ങളും തമ്മിലുള്ള ബന്ധം ഭാര്യ, നിങ്ങൾക്ക് എന്താണ് പണി? എനിക്ക് പണിയില്ല. ഇല്ലേ? ഇവിടെ പെണ്ണുങ്ങളാണല്ലോ ഏറ്റവും കൂടുതലുള്ളത്. വീട്ടിൽ പണിയില്ലേ? പറ. ഉണ്ടെങ്കിൽ ഉണ്ട്. പറ. ഇല്ല ഇല്ല. വീട്ടിൽ പണിയുണ്ടോന്ന്? ഉണ്ട്. ആ പണിക്ക് കൂലിയുണ്ടോ? ഉണ്ടോ? ഇല്ല. ആരാ കൂലി തരണ്ടേ? അതിനുത്തരവില്ല. ആരാ കൂലി തരേണ്ടത്? എല്ലാവരെ പറ്റി ഞാൻ പറയുന്നില്ല. ചിലപ്പോൾ രാത്രി വീട്ടിൽ വന്ന് കുറച്ച് വെള്ളവും കൂടി അടിച്ചാൽ വീട്ടിൽ വന്ന് പറയുന്ന പുരുഷന്മാർ പറയുന്നൊരു കഥയുണ്ട്. എന്താ? എടാ, ഞാനാണ് ഈ വീട് അല്ലേ പോറ്റുന്നത്. അപ്പോൾ പെണ്ണുങ്ങൾ, പിന്നെയും അല്ലയോ, നിങ്ങൾ തന്നെയല്ലേ പഞ്ചസാര, നിങ്ങളല്ലേ അരി, നിങ്ങളല്ലേ തുണി, നിങ്ങളല്ലേ എല്ലാം കൊണ്ടുവരുന്നത് എന്നല്ലേ പറയാ? അപ്പോൾ നിങ്ങൾ തന്നെയാണ്. ആണോ? അപ്പോൾ അതിന് ഉത്തരവില്ല. ആണോ എന്ന് ചോദിച്ചാൽ ആണ് എന്നോ അല്ലാന്നോ പറയണ്ടേ? ഇല്ല, പറയുന്നില്ല. അപ്പോൾ നമുക്കൊരു വ്യക്തത വേണം. നിങ്ങളാണല്ലോ ഈ വീട് പോറ്റുന്നത് അല്ലെങ്കിൽ വീട് പുലർത്തുന്നത് എന്ന് പുരുഷന്മാർ പുരുഷമേധാവിത്വത്തിന്റെ ഭാഗമായിട്ട് പറയുമ്പോൾ അല്ല, ഞാനും കൂടിയാണ് എന്ന് പറയാൻ ധൈര്യം വേണ്ടേ? അത് പറയുന്നില്ല. എന്നാൽ വീട്ടിൽ തന്നെയുള്ള വീട്ടമ്മ ആരെക്കാളും ആദ്യം ഉണരുകയും ഏറ്റവും അവസാനം കിടക്കുകയും ചെയ്യുന്നത് ആരാ? അത് പറ. പെണ്ണുങ്ങളുണ്ട്. ആരാ? പുരുഷനാണോ സ്ത്രീയാണോ? സ്ത്രീയാണ്. ഏറ്റവും ആദ്യം ഉണരുകയും ഏറ്റവും അവസാനം കിടക്കുകയും ചെയ്യുന്നത്. അതിനിടയിൽ വെറുതെ ഇരിക്കുക. എന്തെല്ലാം പണിയാണ്! അടുക്കളയുള്ള പണി മുഴുവൻ നോക്കണം. ഇനി പശു ഉണ്ടെങ്കിൽ അതിനെ നോക്കണം, കുട്ടികളുണ്ടെങ്കിൽ കുട്ടികളെ നോക്കണം, അലക്കണം, തിളയ്ക്കണം, എല്ലാം കൂടി ചേർന്ന് പകലില്ലാത്ത പണിയാണ്. അപ്പം അത് പണിയല്ലേ? അത് നേരത്തെ പറഞ്ഞില്ല, പണിയല്ലേ? ആണ്. ആ പണിക്ക് കൂലി തരുന്നുണ്ടോ? ഇല്ല. പണിക്ക് മൂല്യമുണ്ടോ? അധ്വാനത്തിന് മൂല്യമുണ്ടോ എന്ന് കോടതി ചോദിച്ചപ്പോൾ കോടതി പറഞ്ഞു മൂല്യമുണ്ട്. മൂല്യമുണ്ടെങ്കിൽ അതിന് വിലയുണ്ട്. വിലയുണ്ടെങ്കിൽ അതിന് കൂലി വേണം. ആ കൂലി ഞാൻ നേരത്തെ പറഞ്ഞ വിഭാഗത്തിൽപ്പെട്ടവരാണെങ്കിൽ ഞാനാണ് ഈ വീട് പോറ്റുന്നത് എന്ന് പറഞ്ഞാൽ ആ കൂലി കൊടുക്കാനുള്ള ഉത്തരവാദിത്വം ആർക്കുണ്ട്? കുഴപ്പമുണ്ടാക്കാനെന്ന് പറയുന്നതല്ല കേട്ടോ, പക്ഷെ നമുക്ക് മനസ്സിലാവണമല്ലോ. ആർക്കുണ്ട് ആ കൂലി കൊടുക്കാനുള്ള ഉത്തരവാദിത്വം? പറ. ആർക്കാ ഉത്തരവാദിത്വം? പുരുഷന് അല്ലേ? പുരുഷൻ കൊടുക്കണ്ടോ? അപ്പൊ ആ കോടതി പറഞ്ഞു, ചിലപ്പോൾ പുറത്തു പോയിട്ട് പണിയെടുത്തിട്ട് അല്ലെങ്കിൽ ശമ്പളം വാങ്ങി കൊണ്ടുവരുന്ന കൂലിയാകെ അല്ലെങ്കിൽ ശമ്പളമാകെ ഈ സ്ത്രീകളുടെ അധ്വാനത്തിന്റെ മൂല്യം കണക്കാക്കി കൊടുക്കാൻ തീരുമാനിച്ചാൽ അത് മതിയില്ല, അത് മതിയാവില്ല. അത്രയും മൂല്യമുണ്ട് സ്ത്രീകളുടെ അധ്വാനത്തിന്. ഇതാരും അംഗീകരിക്കാറില്ല. അതുകൊണ്ട് പ്രശ്നം കുഴപ്പമുണ്ടാക്കാൻ ഗോവിന്ദമാഷിന്ന് പ്രസംഗിച്ചത് ഞാൻ കേട്ടതാണ്. ഇനി അതിൻ്റെ ആവശ്യമായ കൂലിയെല്ലാം തരണമെന്ന് പറഞ്ഞ് കച്ചറി ഉണ്ടാക്കുന്നതിന് പകരം ഞാനൊരു കാര്യം മാത്രമേ പറയുന്നുള്ളൂ. ഇനി ഞാനാണ് ഈ വീട് പോറ്റുന്നത് എന്ന് പറയുമ്പോൾ ഉടനെ നിങ്ങൾ പറയണം, അങ്ങനെ പറയരുത്. നല്ല ലോഹ്യത്തില് അങ്ങനെ പറയരുത്. എന്തു പറയണം? അത്രയെങ്കിലും ചെയ്യണ്ടേ? ഒരു ബഹുവചനം വേണം. ഞാനും. ബാക്കി പറ. നമ്മൾ ബഹുവചനം വന്നാൽ എത്രയാകുക? ഞാനാണ് എന്ന് പറയുന്നതിന് പകരം എന്ത് പറയണം? ഞാനും നിങ്ങളും അല്ലേ? അപ്പോൾ നമ്മൾ രണ്ടുപേരും കൂടിയാണ് എന്ത് ചെയ്യുന്നത്? ഈ വീട് പുലർത്തുന്നത് എന്നെങ്കിലും പറയാനുള്ള ജനാധിപത്യ മര്യാദ വേണം. അതിനു വേണ്ടിയിട്ടാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വളരെ വ്യക്തതയോടുകൂടി ദീർഘവീക്ഷണത്തോടുകൂടി 35 വയസ്സ് കഴിഞ്ഞ് 60 വയസ്സ് വരെയുള്ള സ്ത്രീകൾക്ക് സ്ത്രീ ശാക്തീകരണത്തിന്റെ ഭാഗമായി സ്ത്രീ സുരക്ഷ എന്ന പദ്ധതിയിൽ 1000 ഉറുപ്പിക നവംബർ മാസം മുതൽ കൊടുക്കാൻ തീരുമാനിച്ച് ഇപ്പോഴ് അതിന്റെ പ്രോസസ്സ് നടന്നുകൊണ്ടിരിക്കുകയാണ്. കൊടുത്തു തുടങ്ങിയിരിക്കുകയാണ് 1000 ഉറുപ്പിക പ്രകാരം.